ന്യൂസ് ഡെസ്ക് തുടരുന്നു. പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ ഇടപെടൽ പരാജയം ആകുന്നുവെന്ന് CPM-ൽ വലിയ വിമർശനം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ MV നികേഷ് കുമാറിനാണ് നവമാധ്യമ പ്രചാരണത്തിന്റെ ചുമതല. പാർട്ടിക്ക് പ്രതിരോധം തീർക്കലും സർക്കാരിന്റെ നേട്ടങ്ങളുടെ പ്രചാരണവും നേരത്തെ ഉള്ളത്ര പോലും കാര്യക്ഷമമാക്കാൻ നികേഷ് കുമാറിന് കഴിയുന്നില്ലെന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. നികേഷ് കുമാറിന് പാർട്ടി നൽകുന്ന അലവൻസിന്റെ കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായമാണ് പാർട്ടിയിലുള്ളത്. ഇതും വിമർശന വിധേയമായിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമ ഇടപെടലിൽ CPM പരാജയപ്പെട്ടു. അത് പുതിയ നേതൃത്വം MV നികേഷ് കുമാറിന്റെ നേതൃത്വം വന്നതിന് ശേഷമാണ് എന്നുള്ള വിമർശനമാണ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂരിലും മോശമായിരുന്നു സാമൂഹ്യ മാധ്യമ ഇടപെടൽ എന്നും പാർട്ടിയിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കാണാം. പാർട്ടി പത്രവും ചാനലും കൊണ്ട് മാത്രം പാർട്ടി വിരുദ്ധ പ്രചരണങ്ങളെ ചെറുക്കാൻ കഴിയില്ലെന്ന് CPM നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ പേരിൽ പോരിനിറങ്ങുന്ന സൈബർ സംഘങ്ങൾ ഉണ്ടാക്കിയത് ഗുണത്തെക്കാളേറെ ദോഷം. പോരാളി ഷാജിമാരും കടന്നൽ കൂട്ടങ്ങളുമൊക്കെ CPM-ന് ബാധ്യതയായി. അതോടെയാണ് സാമൂഹ്യ മാധ്യമ ഇടപെടലിന് കേന്ദ്രീകൃത സംവിധാനം CPM ആലോചിച്ചത്. മാധ്യമപ്രവർത്തനം മതിയാക്കി പാർട്ടിയിലേക്ക് വന്ന MV നികേഷ് കുമാറിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. സാമൂഹ്യ മാധ്യമ പ്രചരണ വിഭാഗത്തിന് ചുമതല നൽകി AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രത്യേക താൽപര്യമായിരുന്നു ഇതിനു പിന്നിൽ. ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കും മുമ്പ് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നികേഷ് കുമാർ സാമൂഹ്യ മാധ്യമ പ്രചരണം ഏകോപിപ്പിക്കാനെത്തി. നീലപ്പെട്ടി വിവാദവും പത്രപരസ്യങ്ങളും അടക്കം തൊട്ടതെല്ലാം പാളി. അനുകൂലമാകേണ്ടിയിരുന്ന രാഷ്ട്രീയ സാഹചര്യം എതിരായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിരുന്നു നികേഷ് കുമാറിന്റെ അടുത്ത പരീക്ഷണ വേദി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മത്സരിച്ചിട്ടും വലിയ പരാജയമാണ് അവിടെയും CPM-നെ കാത്തിരുന്നത്. വോട്ട് കണക്കിൽ മാത്രമല്ല, സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളിലും CPM പിന്നിലായി. തെരഞ്ഞെടുപ്പ് രംഗത്തെ ഓളം സാമൂഹ്യ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്ന അഭിപ്രായം സ്ഥാനാർത്ഥിയായിരുന്ന M സുരാജിന് പോലും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇത് സംബന്ധിച്ച വിമർശനം ഉയർന്നിരുന്നു. നികേഷിനെ സഹായിക്കാൻ വലിയൊരു സംഘം AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനായി CPM ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുമുണ്ട്. പക്ഷേ ഒന്നും ഫലം ചെയ്യുന്നില്ലെന്നും മുൻപത്തേക്കാൾ മോശമായി എന്നുമാണ് പാർട്ടി നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിപക്ഷ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും സൈബർ സംഘം പരാജയപ്പെട്ടെന്ന വിലയിരുത്തലുണ്ട്. ഈ പോരായ്മകൾ മറികടക്കാനാണ് പാർട്ടിക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM അനുകൂല നിലപാടെടുക്കുന്ന വ്യത്യസ്ത മേഖലകളിലെ 10,000 പേരുടെ കൂട്ടായ്മയ്ക്ക് പാർട്ടി ശ്രമം തുടങ്ങിയത്. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർക്ക് CPM അലവൻസ് നൽകാറുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗമായ നികേഷ് കുമാറും പൂർണ്ണസമയ പ്രവർത്തകനാണ്. എന്നാൽ അദ്ദേഹത്തിന് വൻതുക അലവൻസായി നൽകുന്നു എന്ന ആക്ഷേപവുമുണ്ട്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. CPM-ന്റെ നവമാധ്യമ ഇടപെടൽ പരാജയമാണ് എന്നുള്ള വിലയിരുത്തൽ വന്നിരിക്കുകയാണ്. MV നികേഷ് കുമാറിന് ചുമതല നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിൽ നവമാധ്യമ ഇടപെടൽ പരാജയപ്പെട്ടത് എന്നുള്ള വിലയിരുത്തലും വിമർശനവുമാണ് CPM-ൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് സൈബർ പോരാട്ടത്തിൽ CPM പിന്നോട്ട് പോകുന്നു, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുകയും ചെയ്തു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരികയാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ MV നികേഷ് കുമാർ നവമാധ്യമ ചുമതല ഏറ്റെടുത്തിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടെയാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നികേഷിന് നൽകുന്ന അലവൻസിന്റെ കാര്യത്തിലും പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായം നിലനിൽക്കുകയാണ്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും, ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പോലും, ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നികേഷ് കുമാർ ഇതിന്റെ ഒരു ഔദ്യോഗികമായിട്ട് ചുമതല ഏറ്റെടുത്തിരുന്നില്ല. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ഔദ്യോഗികമായിട്ട് ആ ചുമതലയിൽ വന്നിരുന്നു. ഇതൊരു നവമാധ്യമ പ്രചാരണത്തിന്റെ ചുമതലക്കാരൻ, തലവൻ എന്ന രീതിയിലായിരുന്നു. അതായത് ഒരു സൈബർ പോരാളികളെ നയിക്കുന്നയാൾ എന്ന രീതിയിൽ. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം? നികേഷ് വന്നതിന് ശേഷം മുമ്പത്തെ പോലെ അത്ര കാര്യക്ഷമമായുള്ള ഇടപെടൽ സാധ്യമാകാത്തത് എന്തുകൊണ്ടാണ്? ആ രീതിയിലുള്ള വിലയിരുത്തൽ വന്നിട്ടില്ലേ? മഞ്ജുഷ, സംസ്ഥാനത്തെ CPM നേതാക്കൾ പൊതുവിൽ പറയുന്നത് വലതുപക്ഷ മാധ്യമങ്ങളാണ് കേരളത്തിൽ ഉള്ളതിൽ ഭൂരിപക്ഷവും. അതിൽ തന്നെ കൈരളിയും അതുപോലെ ദേശാഭിമാനിയും മാറ്റുന്നതിൽ ബാക്കി എല്ലാവരും പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് ചെയ്യുന്നത് വിമർശനമാണ് CPM എപ്പോഴും ഉന്നയിക്കുന്നത്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് CPM അത്തരമൊരു നവമാധ്യമ ഇടപെടൽ കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചത്. നേരത്തെയും CPM-ന്റെ സൈബർ പോരാളികളുണ്ട്. പോരാളി ഷാജിമാരും റെഡ് ആർമിയും ഒക്കെ വലിയ രീതിയിൽ CPM-ന് വേണ്ടി സൈബർ രംഗങ്ങളിലുണ്ട്. പക്ഷേ അതൊക്കെ പലപ്പോഴും ഗുണത്തെക്കാൾ ഏറെ ദോഷമായി മാറുന്നു. CPM തീരുമാനിക്കാത്ത കാര്യങ്ങൾ പോലും അവരുടെ നിലപാട്, പ്രത്യേകിച്ച് ശബരിമല സ്ത്രീ പ്രവേശന സമരകാലത്തുമൊക്കെ വലിയ തിരിച്ചടി CPM ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ
അതിലൂടെ നവമാധ്യമ രംഗത്ത് ഇടപെടൽ ശക്തമാക്കണമെന്ന് സിപിഎമ്മിന്റെ സമ്മേളനങ്ങൾ തീരുമാനിക്കുകയും സംസ്ഥാന സമിതി അതിനൊരു രൂപം നൽകുകയൊക്കെ ചെയ്തത്. അവിടേക്ക് അതിന് തലപ്പത്തേക്കാണ് മുൻ മാധ്യമപ്രവർത്തകൻ കൂടിയായ എം വി നികേഷ് കുമാറിനെ സിപിഎം കൊണ്ടുവന്നത്. അതിന് മുന്നോടി അദ്ദേഹത്തെ സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. നികേഷ് കുമാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. വലിയൊരു സംഘം അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നുമുണ്ട്. സൈബർ രംഗത്തെ ഇടപെടലുകൾക്ക് വേണ്ടി നവമാധ്യമ രംഗത്ത് ഇടപെടൽ രണ്ട് കാര്യമാണ് പ്രധാനമായും അവരുടെ ജോലി. ഒന്ന് പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക, മറ്റൊന്ന് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ. അത് മാധ്യമങ്ങൾ ആരും വാർത്ത നൽകുന്നത് അതുകൊണ്ട് സ്വയം സിപിഎം ഏറ്റെടുത്ത പ്രചരണം സർക്കാരിന്റെ പ്രവർത്തനങ്ങളും അവരുടെ നേട്ടങ്ങളും ഒക്കെ ഭരണ നേട്ടങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം. തിരഞ്ഞെടുപ്പുകളിൽ വലിയ റോളുണ്ട് ഈ നവമാധ്യമ രംഗത്തെ ഇടപെടലുകാർക്ക് അല്ലെങ്കിൽ സൈബർ സേനയ്ക്ക്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ് എം വി നികേഷ് കുമാർ ആദ്യമായി സിപിഎമ്മിന് ആ രീതിയിൽ ഇടപെടലിന് വേണ്ടി രംഗത്ത് വരുന്നത്. അദ്ദേഹം അവിടെ അദ്ദേഹത്തെ നേതൃത്വത്തിലായിരുന്നു. അന്ന് അദ്ദേഹം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെയെങ്കിൽ അദ്ദേഹം അവിടെയാണ് അദ്ദേഹത്തിന് ആദ്യ അസൈൻമെന്റ് സിപിഎം നൽകിയത്. അവിടെ അമ്പേ പരാജയമായി പോയി സിപിഎമ്മിന്റെ നവമാധ്യമ ഇടപെടൽ എന്നത് നവമാധ്യമ ഇടപെടലും തന്ത്രങ്ങളും എന്നത് എല്ലാവരും സമ്മതിച്ചതാണ്. നീലപ്പെട്ടി വിവാദമൊക്കെ ഒരുപക്ഷെ സിപിഎമ്മിന് അനുകൂലമാക്കി മാറ്റാവുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ നേട്ടം കൊയ്തത് UDF ആണ്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെയാണ് ചില മുസ്ലിം മാനേജ്മെന്റുകളുടെ പത്രങ്ങൾ നൽകിയ ഒരു പരസ്യം തെരഞ്ഞെടുപ്പിന് തലേ ദിവസം, അതും വലിയ തിരിച്ചടി. അത്തരം അവിടെ തൊട്ടതെല്ലാം പിഴച്ചൊരു നവമാധ്യമ ഇടപെടലായി തന്ത്രങ്ങൾ ഒരുക്കലായി മാറി സിപിഎമ്മിന്റെ വലിയ വിമർശനം ഉയർന്നു വന്നു. തൊട്ടു പിന്നാലെ അദ്ദേഹം സിപിഎം ജില്ലാ കമ്മിറ്റി വരികയും അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സിപിഎമ്മിന്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവ് മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് എം വി നികേഷ് കുമാറിന് വലിയൊരു സംഘത്തെ സിപിഎം അയച്ചു. അവിടെയും കാര്യങ്ങൾ ഗുണം ചെയ്തില്ല. അവിടെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ഓളം ഫീൽഡിലുണ്ടായിരുന്നു. പക്ഷേ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ഉണ്ടായില്ല എന്ന വിമർശനം എം സ്വരാജ് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പല നേതാക്കളോടും പറഞ്ഞിരുന്നു എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ചില നേതാക്കൾ അന്ന് ആ സെക്രട്ടേറിയറ്റിലും നികേഷിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എം വി ഗോവിന്ദന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് നികേഷ് കുമാർ സിപിഎമ്മിന്റെ ഈ നവമാധ്യമ ഇടപെടലിന്റെ തലപ്പത്തേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഈ നികേഷ് കുമാർ ചുമതല ഏറ്റതിനു ശേഷം നവമാധ്യമ പ്രചാരണത്തിന് വേണ്ടി കൂടുതൽ പണം ചെലവാക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനം അതും ഉണ്ടായിട്ടില്ലേ പാർട്ടിയിൽ? അത് ഏത് രീതിയിലാണ്? മുൻപ് ഈ നവമാധ്യമ രംഗത്ത് തിളക്കമാർന്ന വിജയം കൈവരിക്കുവാൻ സിപിഎമ്മിന് കഴിഞ്ഞിട്ടുള്ളതുമാണ്. അന്ന് ചിലവും കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. നികേഷ് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കുറേയേറെ പ്ലാനുകൾ ഉണ്ട്. പക്ഷേ അതിനൊക്കെ വലിയ ചെലവ് വരുന്നു. ആ രീതിയിലുള്ള വിമർശനവും ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും അത്ര വിമർശനവുമുണ്ട്. വലിയ ചിലവാണ് നികേഷ് കുമാർ കൊണ്ടുവരുന്ന ഓരോ പ്രോജക്റ്റിനും ഓരോ ആശയങ്ങൾക്കും വലിയ ചിലവ്. സിപിഎം ഒരുപക്ഷെ ഇത്തരത്തിലൊന്നും അത്തരമൊരു വലിയ തുക ലക്ഷങ്ങളും കോടികളും ഒക്കെയാണ് പല പ്രോജക്റ്റുകളും. ഒരു ചാനൽ ഏറ്റെടുക്കാൻ നേരത്തെ പൂട്ടിപ്പോയ ഒരു ഓൺലൈൻ മാധ്യമം ഏറ്റെടുക്കാനുള്ള ശ്രമം പോലും എം വി നികേഷ് കുമാറിന്റെ ഭാഗത്ത് ഉണ്ടായി. അതും സിപിഎമ്മിന് സ്വന്തമായ ഒരു പാർട്ടി ചാനലുണ്ട്. അവർക്ക് അതിനു പുറമെ ദേശാഭിമാനി തന്നെ യൂട്യൂബ് രംഗത്ത് ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ ചില സംവിധാനങ്ങളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലും സിപിഎം സ്പോൺസർ ചെയ്യുന്നുമുണ്ട് ചില യൂട്യൂബ് ചാനലുകൾക്കൊക്കെ. നേതാക്കൾ പ്രത്യേകിച്ചും അല്ലാതെ പാർട്ടി പൊതുവിലും അത്ര സ്പോൺസർഷിപ്പ് ഒക്കെ നടത്തുന്നുണ്ട്. അതിന് പുറമെ ഒരു അടുത്തിടെ പൂട്ടിപ്പോയൊരു ഓൺലൈൻ യൂട്യൂബ് ചാനൽ ഏറ്റെടുക്കാൻ നികേഷ് കുമാർ ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ചർച്ചകൾ വളരെ മുന്നോട്ട് പോവുകയും ചെയ്തു. അതൊക്കെ വലിയ ചിലവ് വരുന്ന കാര്യമാണ്. അതൊക്കെ സിപിഎം നേതൃത്വം ഞെട്ടലോടുകൂടിയാണ് അക്ഷരാർത്ഥത്തിൽ കണ്ടത്. വലിയ ചിലവുകളുള്ള പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ് സംശയം സിപിഎം നേതൃത്വം മുന്നിൽ ഉയർന്നു വന്നു. അവിടെയാണ് പലതും തടയപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ സിപിഎമ്മിന് ഇത് കഴിയുന്നില്ല, ഈ നവമാധ്യമ ഇടപെടൽ വേണ്ട പോലെ മുന്നോട്ട് പോകുന്നില്ല എന്ന തോന്നി വരുമ്പോഴാണ് അവർ 10,000 പട എന്ന മാധ്യമങ്ങളിലൊക്കെ വാർത്താ തരത്തിലുള്ള 10,000 പേര് അണിനിരത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ എപ്പോഴും സിപിഎമ്മിന് അനുകൂലമായി ഇടത് ആഭിമുഖ്യമുള്ള എഴുതുന്ന ആളുകളെ അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ഏകോപിപ്പിക്കാൻ ഒരു ശ്രമം സിപിഎം നടത്തുന്നുണ്ട്. ഇപ്പോൾ അത് പാർട്ടിക്ക് പുറത്തുള്ള സംവിധാനമായാണ്. അത് പാർട്ടിയുടെ ചെലവ് വരുന്ന കാര്യമല്ല. കാരണം വലിയ ചിലവ് പലപ്പോഴും നികേഷ് കുമാറിന്റെ പ്രോജക്റ്റുകൾക്കുണ്ട് എന്ന വിമർശനം കൂടി സിപിഎമ്മിലുണ്ട് എന്നത് വസ്തുതയാണ്. നേരത്തെ ഈ രംഗത്ത് സിപിഎം പ്രവർത്തിക്കുന്ന ആളുകളും നേതാക്കളും ഒക്കെ അത്തരം വിമർശനം നമ്മോട് സംസാരിക്കുമ്പോഴും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരം ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകർക്ക് സിപിഎം നൽകുന്ന അലവൻസ് ഉണ്ട്. തുച്ഛമായി ഉള്ള അലവൻസ് ആണത്. 20,000 രൂപയിൽ താഴെയാണ് പരമാവധി അത് നൽകുന്നത്. അടുത്തിടെയാണ് സിപിഎം ആ അലവൻസ് വർദ്ധിപ്പിച്ചത്. പക്ഷേ എം വി നികേഷ് കുമാറിന് വലിയ അലവൻസ് നൽകുന്നു. അത് ഈ സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങൾക്കുള്ള അക്കൗണ്ടിൽ നല്ല ശമ്പളം അലവൻസ് നൽകുന്നത്. ശമ്പളം തുകയിൽ തന്നെ നമുക്ക് കൃത്യമായ കണക്ക് 50,000 രൂപയൊക്കെ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കും അദ്ദേഹത്തിന്റെ മറ്റു ചിലവുകൾക്കും സിപിഎമ്മിൽ നിന്ന് പണം ചെലവാക്കേണ്ടി വരുന്നു. ഇതിലും ചില നേതാക്കൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ തന്നെ അതൃപ്തിയുണ്ട്. അത് പല തലങ്ങളിലും അവർ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുമുണ്ട്.